SIT തലവൻ ഒരു ദിവസം വെറും 1.5 മണിക്കൂർ മാത്രമാണ് തന്നെ ചോദ്യം ചെയ്തത്. എന്നാൽ അവർ മാധ്യമങ്ങളിൽ ഞാൻ 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടുവെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്നലെ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയതിന് ശേഷം ദിലീപ് പുറത്തു വന്നിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്പീച്ച്, ദിലീപ് കൊടുത്തിട്ടുള്ള മീഡിയയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഏക ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ദിലീപിൻ്റെ പ്രതികരണത്തിൽ ദിലീപ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് മഞ്ജു വാര്യരുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കറക്റ്റായിട്ട് ഉന്നം വയ്ക്കുന്ന രീതിയിലാണ്, മഞ്ജു വാര്യർക്ക് ഉന്നം വയ്ക്കുന്ന രീതിയിലാണല്ലോ ദിലീപ് സംസാരിച്ചിട്ടുള്ളത്. അതിനുശേഷം ദിലീപിൻ്റെതായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ ഒരു മീഡിയയിലും കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വിഷയമാണ് ഇന്നലെ മുതൽ, കുറച്ച് ദിവസങ്ങളായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ മുതൽ ഏതൊരു ചാനലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. തിരിച്ചും മറച്ചും തിരിച്ചും മാത്രം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് വിഭാഗം ഡെഫിനറ്റ്ലി ഉണ്ട്. ഒരു വിഭാഗം ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഇപ്പോഴും ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ. കാരണം ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു ജനപ്രിയ നായകനായിരുന്നു, ഇപ്പോഴും ജനപ്രിയ നായകനാണെങ്കിൽ കൂടി അയാൾക്ക് ആ പഴയ പോലത്തുള്ള സപ്പോർട്ട് കുടുംബ പ്രേക്ഷകർക്കിടയിലില്ല. അപ്പോൾ 8.5 വർഷം കൊണ്ട് നശിച്ചു പോയിട്ടുള്ള ആ ഒരു കരിയർ, കുടുംബജീവിതം, എല്ലാ കാര്യങ്ങളും എന്തൊക്കെ 8.5 വർഷം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടോ ഇതെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഡെഫിനറ്റ്ലി ദിലീപ് നോക്കുക. ബട്ട് അറ്റ് ദി സെയിം ടൈം ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ദിലീപിനെ ഇത് ഒരു ഗൂഢാലോചന കാരണം ദിലീപ് ഇതിൽ കുടുങ്ങിപ്പോയതാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിലീപിന് ഹി ഹാസ് ടു കം ബാക്ക് ആൻഡ് ആ ഒരു തിരിച്ചു വരവിൻ്റെ തയ്യാറെടുപ്പിലായിരിക്കും ദിലീപ്. ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു ന്യൂസ് ചാനലിലും ദിലീപിൻ്റെ ബൈറ്റ് കണ്ടില്ലെങ്കിൽ കൂടി ഇന്നലെ ദ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ന്യൂസ് പേപ്പറിന് ദിലീപ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്നുള്ളത് അറിയില്ല. ആ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദിലീപിൻ്റെ ഭാഗത്ത് നെക്സ്റ്റ് എന്ത് നടപടി വരുന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ളത്. ഞാൻ ആ ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ഹിന്ദുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു എടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ, ഹിന്ദുവിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂ ഞാൻ മലയാളത്തിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇവിടെ അവതരിപ്പിക്കാം. അതിന് മുന്നേ എന്താണ് നിങ്ങളുടെ ഈ ഒരു വിഷയത്തിലുള്ള അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. ഒരു കാര്യം നോക്കൂ, ശ്രദ്ധിക്കണം, ഇതൊരു കോടതി വിധിയാണ്. നമ്മൾ എന്ത് വിധിയാണെന്നുണ്ടെങ്കിലും കോടതിയെ ബഹുമാനിക്കാനും ഡെഫിനറ്റ്ലി നമ്മുടെയൊക്കെ ജനവികാരവും നമുക്ക് തോന്നുന്ന തോട്ട്സും നമ്മുടെയൊക്കെ അഭിപ്രായങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. കോടതി ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു വിധി പുറപ്പെടുവിക്കില്ല എന്നുള്ള രീതിയിലായിരിക്കണം ഇതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട്, ഇപ്പോൾ ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടോ? നമുക്ക് ദിലീപിനെ അനുകൂലിച്ചും സംസാരിക്കാം, അയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാം. പക്ഷേ ആ അനുകൂലിച്ച് സംസാരിക്കുന്നത്, വിവരമുള്ളവരങ്ങനെ ചെയ്തിട്ടില്ല, വിവരമില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്, അങ്ങനെ അനുകൂലിച്ച് സംസാരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അത് കോടതിയെ ബഹുമാനിക്കാത്ത അല്ലെങ്കിൽ കോടതി അലക്ഷ്യ രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്താണ് ദിലീപ് ഈ ഒരു ന്യൂസ് പേപ്പറിന് കൊടുത്തിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂ എന്നുള്ളത് നോക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പ്ലീസ് ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ദിലീപ് ഹിന്ദുവിനോട് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ഞാൻ അവരോടൊപ്പം വളരെ സൗഹൃദപരവും സുഹൃത്തുക്കളായും ആയിരുന്നു. അതായത് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇരയെക്കുറിച്ചാണ് ദിലീപ് പറയുന്നത്. എപ്പോഴും സൗഹൃദപരവും സുഹൃത്തുക്കളായും ആയിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഒന്നുമില്ലായിരുന്നു. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യ 4 മാസങ്ങളിലൊന്നും അവൾ എന്നെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിരുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം വെച്ചാൽ ഞാൻ ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ സെപ്പറേറ്റായിട്ട് ചെയ്യുകയും ചെയ്യാം. ശ്രീലേഖ IPS ഒരു മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അവരുടെ ചാനലിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3 വർഷം മുന്നേ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഈ കേസിൻ്റെ, കാരണം അവരന്ന് ജയിൽ DGP ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഓക്കെ, ഞങ്ങളുടെ ഇടയിൽ ഒരിക്കലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യ 4 മാസങ്ങളിലൊന്നും അവൾ എന്നെക്കുറിച്ച് ഒരു പരാമർശവും നടത്തിയിരുന്നില്ല. ഇത് ദിലീപ് നല്ല ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂ ആണ് കേട്ടോ. എന്നാൽ പിന്നീട് അവൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ചില മൊഴികളിൽ എന്നെപ്പറ്റി പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘം SIT അംഗങ്ങളുടെ നിർബന്ധപ്രകാരം ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ ഇരയെ പോലും തെറ്റിദ്ധരിപ്പിച്ചത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് എന്നാണ് ദിലീപ് പറയുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്നെ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയ SIT സർക്കാർ പോലും തെറ്റിദ്ധരിപ്പിച്ചു. SIT സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചു. അതായത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സർക്കാരിനെ പോലും ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചു. ഇതന്നെയാണ് ദിലീപ് ഇന്നലെ മീഡിയയുടെ മുന്നിൽ വന്ന സമയത്തും പറഞ്ഞിട്ടുള്ളത്. അതെന്താ വെച്ചാൽ ആ ഒരു മഞ്ജു വാര്യരുടെ വാക്കിൽ നിന്ന് അന്നത്തെ ഉദ്യോഗസ്ഥ സന്ധ്യ IPS അവരാണ് അന്ന് ആ ഒരു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്.
പിന്നെ അവരുടെ കൂടെയുള്ള ക്രിമിനൽ പോലീസ് ഓഫീസേഴ്സ് എന്നുള്ള പറഞ്ഞിട്ടുള്ള അവർ മിക്ക ആൾക്കാരും ഇപ്പോഴും സർവീസിലുണ്ട്. അവർ കേസിൻ്റെ മുഖ്യ സർക്കാർ പോലും തെറ്റിദ്ധരിപ്പിച്ചു. കേസിൻ്റെ മുഖ്യ ഗൂഢാലോചനക്കാരൻ ഞാൻ തന്നെയാണെന്ന് അവരെ വിശ്വസിപ്പിച്ചു. ആദ്യ 6 പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം കേസിൽ ഗൂഢാലോചനയില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയെയും ഈ സംഘം തെറ്റിദ്ധരിപ്പിച്ചു. കാരണം സർക്കാർ അങ്ങനെയായിരുന്നു ആദ്യം പറഞ്ഞിട്ടുള്ളത്. സർക്കാർ ഇതിൽ അന്വേഷണം നടത്തണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അഭിനേതാവ് ആരോപിച്ചത് ദിലീപ് ആരോപിച്ചത് സംഘത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ സ്വന്തം വ്യക്തിഗതവും പ്രൊഫഷണൽ പ്രസിദ്ധിയും നേടാൻ തനിക്കെതിരെ നീക്കം നടത്തിയതാണെന്നാണ് ആരോപണം. ഓക്കെ, അവർ എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേരിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തി. എനിക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ഒരു മലയാള നടനെതിരെയും കേസെടുത്തു. എൻ്റെ അഭിഭാഷകരെ പോലും കുടുക്കാൻ ഇവർ ശ്രമിച്ചു. ഇതിലൂടെ കേസിനെ നിയമപരമായി പ്രതിരോധിക്കുന്നത് എനിക്ക് അസാധ്യമാക്കാനായിരുന്നു അവരുടെ ശ്രമം, ദിലീപ് പറഞ്ഞു. SITയിലെ എല്ലാവർക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചതുകൊണ്ട് തന്നെ പ്രശസ്തി നേടാനായിരുന്നു താല്പര്യം. അവർ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സാമൂഹികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു. മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ നിക്ഷേപിച്ച് എനിക്കെതിരെ ശത്രുതാപരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. എൻ്റെ സിനിമകളുടെ ഫാമിലി ഓഡിയൻസിനെ അകറ്റാൻ ശ്രമിച്ചു. ദിലീപിന് ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ജനപ്രിയ നായകൻ എന്നുള്ള ടാഗ് ലൈൻ മാത്രമായിരുന്നില്ല. ഒരു കുടുംബ പ്രേക്ഷകർക്ക് എന്നും അതായത് കുടുംബം ഒത്തുപോയി കാണാനും കണ്ട് ചിരിക്കാനും എൻ്റർടൈൻഡായി തിരിച്ചു വരാനും മലയാളത്തിന് ഇനി വേറൊരാളില്ല. ദിലീപായിരുന്നു ആ നമ്പർ 1 ആയിട്ട് നിന്നിരുന്നത് ഡെഫിനറ്റ്ലി. പക്ഷെ അത് കംപ്ലീറ്റ് ജനങ്ങൾക്കിടയിൽ പോയി ഈ ഒരൊറ്റ കേസ് കാരണം അകറ്റാൻ ശ്രമിച്ചു. ഒരു നടനായുള്ള എൻ്റെ സ്ഥാനം, ജനപ്രീതി എന്നിവ മുതലെടുക്കാമെന്നായിരുന്നു അവരുടെ ധാരണ, അദ്ദേഹം പറഞ്ഞു. ദിലീപ് പറഞ്ഞു, SIT തലവൻ ഒരു ദിവസം വെറും 1.5 മണിക്കൂർ മാത്രമാണ് തന്നെ ചോദ്യം ചെയ്തത്. അതായത് 13 മണിക്കൂറോളം ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. അങ്ങനെയാണല്ലോ ദിലീപിൻ്റെ അന്നത്തെ അറസ്റ്റിലേക്ക് പോകുന്നത്. SIT തലവൻ ഒരു ദിവസം വെറും 1.5 മണിക്കൂർ മാത്രമാണ് തന്നെ ചോദ്യം ചെയ്തത്. എന്നാൽ അവർ മാധ്യമങ്ങളിൽ ഞാൻ 13 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ടുവെന്ന് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു. കാരണം അന്നത്തെ ഓർമ്മ ഉണ്ടല്ലോ, ആ ചോദ്യം ചെയ്യൽ സമയത്ത് SITയിലെ പലരും എനിക്കൊപ്പം സാധാരണ സംഭാഷണത്തിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സാധാരണ നോർമൽ അതായത് അന്നത്തെ സംഭവം എന്ന് വെച്ചാൽ ദിലീപിനെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നു, വിളിച്ചു വരുത്തുന്നു, ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചർച്ചകൾ നടത്തുന്നു, നീണ്ട മണിക്കൂറുകൾ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അന്തരീക്ഷമായിരുന്നു അന്ന് സൃഷ്ടിച്ചിരുന്നത്. തനിക്കെതിരെ തെറ്റായ കേസിൽ കുടുക്കി ജീവിതവും കരിയറും നശിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ആലോചിക്കുന്നത്. കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ച ശേഷം തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇഫ് ഈസ് 100% കോൺഫിഡൻറ്റ്, ഡെഫിനറ്റ്ലി അതെടുക്കുക. അതല്ലെങ്കിൽ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ 100% കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോവുക. കാരണം എന്താ വെച്ചാൽ ഇതെന്തു വന്നാലും ഡെഫിനറ്റ്ലി ഹൈക്കോർട്ടിലേക്ക് ഓടും, സുപ്രീം കോടതി വരെ, ഏതൊരു 2 ഭാഗത്തിൻ്റെയും സംഭവം അവിടെ വരെ എത്താനുള്ള കേസാണ്, അദ്ദേഹം പറഞ്ഞു. ദിലീപ് പറഞ്ഞു, ഒരിക്കൽ അംഗമായിരുന്ന മലയാള സിനിമ താരസംഘടനയായ അമ്മയിൽ തിരിച്ചു ചേരണോ എന്ന കാര്യത്തിൽ താൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്ന്. കേസിൽ ഞാൻ വെറുതെ വിട്ട സാഹചര്യത്തിൽ സംഘടനയുടെ നിലപാട് എന്താണെന്ന് കാത്തുനോക്കാം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യെസ്, ഇതാണ് സംഭവം. ഇത് നാഷണൽ ലെവൽ കവറേജ് കിട്ടും എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് നാഷണൽ മീഡിയയെ തന്നെ പുള്ളി ഇതുപോലെ അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു CBI അന്വേഷണം ആവശ്യപ്പെടുമോ എന്നുള്ള കാര്യം അറിയില്ല. ഞാനിന്ന് ജസ്റ്റ് മറുനാടൻ കണ്ട സമയത്ത്, മറുനാടനിൽ ഈ റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും കൂടുതൽ ദിലീപിൻ്റെ പുറകെ ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കാര്യം പുള്ളി പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ അന്ന് ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിൻ്റെ നികേഷ് കുമാറാണ് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത്. ഈ ഒരു പ്രശ്നം വരുന്നതിന് ജസ്റ്റ് മുന്നെയാണ് നികേഷ് കുമാറും പിന്നെ ദിലീപും തമ്മിലുള്ള ഇൻ്റർവ്യൂ വന്നിരുന്നത്. അപ്പോൾ മറുനാട്ടിൽ കേട്ടാണ് കേട്ടോ. അതായത് നികേഷ് കുമാർ ഈ ഒരു ചാനലിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് അതിന് ഫണ്ട് ചെയ്യാം എന്നുള്ളത് ദിലീപ് ഏറ്റിരുന്നു. പിന്നീട് ഇയാൾ ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിലായിട്ട് ഇയാൾക്ക് ഫണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അയാൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കുടുങ്ങി. ഈ പ്രശ്നങ്ങളിൽ കുടുങ്ങി ഇയാൾ പിന്നെ ആ മാംഗോ ഫോണോ M-ഫോണോ അങ്ങനത്തൊക്കെ ഉണ്ടായില്ലേ സഹോദരന്മാർ, അവരുടെ കെണിയിൽ പെട്ട് ഇയാൾ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടി. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള വ്യക്തി ദിലീപാണ് എന്നുള്ളതും
അതിൻ്റെ പക കൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഇതുപോലെ അന്ന് നികേഷ് കുമാറൊക്കെ ഈ രീതിയിൽ പോയിരുന്നത് എന്നാണ് മറുനാടനിൽ ഞാനൊരു ദിവസം കണ്ടു കേട്ടോ. നിങ്ങൾ എത്ര പേര് നിങ്ങൾ കണ്ടിട്ടോ, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ആ ഡ്രോണൊക്കെ അല്ലേ. മാധ്യമങ്ങൾ പിന്നെ ശരി തന്നെയാണ് ആരോപിക്കുന്നത് ഇപ്പോഴും കുറ്റം, പക്ഷേ ഒരാൾക്കൊരു സ്വകാര്യത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അല്ലേ. അപ്പോൾ ചോദിക്കും നടിക്കില്ലേത് എന്നൊക്കെ ചോദിക്കും, ഇരക്കില്ലേ എന്നൊക്കെ ചോദിക്കും. അതാണ് പറഞ്ഞത്, കോടതിയിൽ നിന്നിട്ടുള്ള കോടതി ഇവിടെ വാദിച്ച് തെളിയാത്തൊരു സംഭവമാണ്, അയാളുടെ പേരിൽ തെളിഞ്ഞിട്ടില്ല. ഇനി ഹയർ കോർട്ടിൽ പോകുന്ന സമയത്ത് ഇതിന് എന്താ വേർഡിക്റ്റ് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നോക്കി കാണേണ്ടതും സംസാരിക്കേണ്ടതും. ആ ഡ്രോൺ ഫുട്ടേജ് മോള് കൊണ്ടുപോകുന്നതും വീട്ടുകാരൊക്കെ പാടെ യെസ്. എന്തായാലും ഈ ഒരു ഇൻ്റർവ്യൂ ആണ് ഹിന്ദുവിന് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.